അബോധാവസ്ഥയിലായി മുജ്തബ ഖമനേയി. പുണ്യനഗരമായ ഖോമിൽ രഹസ്യ ചികിത്സയെന്ന് റിപ്പോർട്ട്. അമേരിക്ക ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമനേയി അബോധാവസ്ഥയിലെന്ന് പുതിയ റിപ്പോർട്ടുകൾ. അദ്ദേഹത്തെ ഇറാന്റെ പുണ്യനഗരമായ ഖോമിലെ അതീവ സുരക്ഷയുള്ള ഒരു കേന്ദ്രത്തിൽ രഹസ്യമായ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ മുൻ പരമോന്നത നേതാവും അദ്ദേഹത്തിന്റെ പിതാവുമായ അയത്തുള്ള അലി ഖമനേയി അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിനിടെയാണ് മുജ്തബ ഖമനേയിക്കും ഗുരുതരമായി പരിക്കേറ്റത്. അദ്ദേഹത്തിന് ഒരു കാൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്നും ആന്തരികാവയവങ്ങൾക്ക് ഗുരുതരമായ ക്ഷതമേറ്റിട്ടുണ്ടെന്നുമാണ് രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ കോമയിലാണെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. അതേസമയം പുറത്തുവരുന്ന ഈ വാർത്തകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇറാൻ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല. പുതിയ പരമോന്നത നേതാവ് പൂർണ്ണ സുരക്ഷിതനാണെന്നും അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും വ്യോമാക്രമണത്തിന് ശേഷം അദ്ദേഹം ഇതുവരെ ഒരു പൊതുവേദിയിലോ ക്യാമറയ്ക്ക് മുന്നിലോ പ്രത്യക്ഷപ്പെടാത്തത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ ഭരണ നേതൃത്വത്തിൽ വലിയൊരു ശൂന്യതയാണോ ഉണ്ടായിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഈ റിപ്പോർട്ടുകൾ അവശേഷിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.